കൗള കിച്ചൺ മാജിക് സീസൺ 3. സാധാരണയായിട്ട് വീട്ടമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ അബദ്ധവശാൽ ഉപ്പ് കൂടി പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക മുളക് പൊടി ഇടുന്നത് കൂടി പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ പുളി കൂടിപ്പോയി. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇതെങ്ങനെയാണ് ഉപ്പ് കൂടിയാൽ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൊടിക്കൈകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ പരക്കം പായുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ഇപ്പോൾ മാഗസീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൊടിക്കൈകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, നുറുങ്ങ വിദ്യകൾ. കാര്യം ഉപ്പ് കൂടിയാൽ എന്ത് ചെയ്യണം, എരിവ് കൂടിയാൽ എന്ത് ചെയ്യണം, പുളി കൂടിയാൽ ഇങ്ങനെയുള്ള കുറേ ടിപ്സ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് കുക്കിങ്ങിൻ്റെ ഇത്തരം അബദ്ധങ്ങൾ എങ്ങനെ നമ്മൾ അത് അതിജീവിക്കുന്നു എന്നുള്ള കാര്യം. ഒരു മത്സരമാകുമ്പോൾ അത്തരം കാഴ്ചകളും വേണ്ടേ. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് അത്തരം ഒരു റൗണ്ടിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. ചിന്നയുടെ കണ്ണുകൾ അവിടെ തന്നെയാണ്. എവിടെയാണ്? പാത്രത്തിലല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ ബാക്കി 2 ആൾ ഫ്രീസറിൽ പോയി. അപ്പോൾ നിങ്ങൾ 9 പേർ ബാക്കിയുണ്ട്. ഇനി ഒരു ഫ്രഷ് റൗണ്ട് നിങ്ങൾക്ക് 9 പേർക്കായിട്ട്. പുതുമകളാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, പ്രേക്ഷകർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അല്ലേ. നിങ്ങൾക്ക് അത്ര പുതുമ വേണമെന്നില്ല തോന്നുന്നു. എക്സ്പ്രഷൻ കണ്ടിട്ട് അങ്ങനെയല്ല, അവർ കണ്ടു പഴകിയ റൗണ്ട്സ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പഴയ സീസൺസിലൊക്കെ കാണിച്ചതുപോലെ അല്ലേ. എളുപ്പമായി കുറേയൊക്കെ അങ്ങനെ നോക്കി വന്നിട്ടുണ്ട്. കേക്ക് റൗണ്ട് എന്നോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു ബേക്കിംഗ് ആയാലും വേണ്ട. എനിവേ ഇതൊരു ഏറ്റവും സിമ്പിൾ ഒരു സാധനമാണ്. ഞങ്ങളുടെ അടുത്ത റൗണ്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ റൗണ്ടിലെയും പോലെ തന്നെ മാം ഒരു വലിയ പാത്രമായിട്ടാണ് വന്നത്. അതായത് നമ്മളുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടായി, ഇപ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉപ്പ് കൂടി പോകുന്നുണ്ട് അല്ലേ, ചിലപ്പോൾ എരിവ് കൂടി പോകുന്നുണ്ട്, പുളി കൂടി പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതിനൊന്ന് നന്നാക്കി എടുക്കണ്ടേ. അപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ഒരു നോർമൽ റെസിപ്പിയാണ് ഒരു സാധാരണ ഒരു ചിക്കൻ കറി. നമ്മൾ ചിക്കൻ കറിയൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. എത്തി നോക്കുകയാണ്. ഇതൊരു സാധാരണ ചിക്കൻ കറിയാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്താണ് മല്ലിപ്പൊടി, മുളക് പൊടി, സവാള, ടൊമാറ്റോ, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന, ചിക്കനും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചാറ് കറി. ഒരുപാട് ലൂസ് ചാറല്ല, കുറച്ച് കുറുകിയ ചാറോട് കൂടി. ഈ കറിക്ക് നല്ല കറിയാണ്, നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോരുത്തരായിട്ട് വരിക. ഓക്കെ, സെലീന വരും ആദ്യം. ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എന്താണ് അതിൻ്റെ കുഴപ്പം, നല്ലതാണോ ചീത്തയാണോ. കഷ്ണം കഴിക്കണമെന്നില്ല, ഗ്രേവി. ഓക്കെ, കഴിച്ചു. ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ സംഭവം? കറി നന്നായിട്ടുണ്ട്, പക്ഷേ കുരുമുളക് കൂടുതലാണ്, പുളി കൂടുതലാണ്, വിനാഗിരി കുറച്ച് കൂടുതലാണ്. പിന്നെ ബാക്കിയല്ല കറക്റ്റ്. ആ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഭാര ഉപ്പും മുളകും പുളിയുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുഴപ്പങ്ങൾ അതിലുണ്ടായിരുന്നു. സ്മിതയുടെ അഭിപ്രായം കേൾക്കുന്നത്. സ്മിത വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, കറക്റ്റ് അറിയണം. എന്തൊക്കെയാ? ഉപ്പ് നല്ല കൂടുതലാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ് അല്ലേ. മസാല ഇച്ചിരി വയലാനുണ്ട്, അങ്ങനല്ല, അത്ര സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അടുത്താൾ വരും. ഓരോരുത്തരുടെ ഒരു പെർസെപ്ഷനാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും. ഒരു കറി കഴിക്കുമ്പോൾ ഓരോരുത്തർക്ക് എന്ത് തോന്നും. നിങ്ങളുടെയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഓരോ ആസ്വദിച്ചോണ്ടിരിക്കും. ചിന്ന അത്ര വേണം അല്ലേ. മുഴുവൻ കഴിക്കണേ. ആ, കഴിച്ചോളൂ. എന്തൊക്കെയുണ്ട്? ഉപ്പ് കൂടുതൽ, കുരുമുളക് പൊടി ആണോ, എരിവ് കൂടുതലാണോ? ബാക്കിയെല്ലാം ഓക്കെ. മല്ലിപ്പൊടിയും കൂടുതൽ. ആ ശരി, ആയിക്കോട്ടെ. അടുത്ത ചിക്കൻ കൂടുതലാണെന്ന് പറയും. കുറച്ച് ചിക്കനും കൂടുതലാണെന്ന് പറയും. അയ്യോ, ഇത്രയൊന്നും പോരാ. അതൊന്നും പറ്റില്ല. മിനിമം ടേസ്റ്റിങ് വേണം. അത് തീരെ കുറഞ്ഞു പോയി. കുറച്ചുകൂടെ കറക്റ്റ് അറിയണം. ആ ശരി, എന്നാലും അറിയാൻ പറ്റുള്ളൂ. ഒക്കെ ടേസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഉപ്പ്, കുരുമുളക്, എരിവ്, പുളിയുടെ എന്തോ ഇത് വന്നിട്ടുണ്ട്. പുളി കൂടുതലാണ്. ഓക്കെ, 3 കാര്യങ്ങൾ കൂടുതലാണ്. അടുത്ത ആവശ്യം
ഷൗഫിയിലയുടെ അഭിപ്രായം കേൾക്കട്ടെ. മണത്തൊക്കെ നോക്കുക. ഇൻഗ്രീഡിയൻസ് പറയേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലാണ് പുള്ളിക്കാരിന്ന് മണത്തൊക്കെ നോക്കിയത്. പുളി, ഉപ്പ്, കുരുമുളക്, പക്ഷെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട്. പച്ച ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഭീകരമായ സർപ്രൈസ് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചു ഞങ്ങളെ. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നല്ല രീതിയിൽ ഉപ്പും മുളകും പുളിയെല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കൊള്ളാല്ലേ? വെരി നൈസ്. ഉപ്പുണ്ട്, ലേശം പുളി, ചില റോ ടേസ്റ്റ് വരും. ഓക്കെ ഫൈൻ. മകുലും കൂടെ പോരെ. പുളി കുഴപ്പമില്ല, ഉണ്ട്. ഇതെല്ലായി മസാലേൻ്റെ മസാല സ്ട്രോങ് ഫ്ലേവർ. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചിക്കൻ കറിക്ക് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട് ഇല്ലേ? ഇത് ഈ രീതിയിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. വിളമ്പാൻ പറ്റുമോ? ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അതിഥികൾക്ക് കൊടുക്കാൻ പറ്റില്ല, വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ തന്നെ കഴിക്കേണ്ടി. അപ്പം നിങ്ങൾ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ചിക്കൻ കറിയെ ഞാനൊരു 9 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ 9 പേര് ഇതിലൊരു പോർഷൻ ഓരോരുത്തരും ഒരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ കറിയെ കഴിക്കാൻ പറ്റുന്നൊരു രൂപത്തിലേക്ക് മാറ്റുക. അതിനെന്തൊക്കെ ചേർക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഐഡിയ വെച്ചു. യെസ്, എന്തൊക്കെ ചേർത്താൽ അത് നല്ലൊരു ചിക്കൻ കറിയായി മാറും. എനിത്തിങ് ക്യാൻ ബി ആഡഡ്. എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിൻ്റെ ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം ക്രമീകരിച്ച് കുറവും കൂടുതലും മനസ്സിലായി. പിന്നെ ഈ ചിക്കൻ കറി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ടെക്സ്ചർ ഇതിനെക്കാട്ടിലും വ്യത്യസ്തമാകാം. ഒരു പുതിയ അടിപൊളി ഒരു ചിക്കനായിട്ട് മാറാം. അതൊക്കെ നിങ്ങളുടെ കഴിവ്. ഗ്രേവി തന്നെ ആയിരിക്കണം. ഗ്രേവി ഉണ്ടാവണം. ഗ്രേവി എടുത്ത് മാറ്റി ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ടുള്ള പരിപാടി പറ്റില്ല. വിത്ത് ദിസ് ഗ്രേവി ഇംപ്രവൈസേഷൻ മാക്സിമം 1/2 മണിക്കൂർ സമയം. ഓക്കെ, നിസ്സാരമാണ് 1/2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വീട്ടമ്മ കാര്യങ്ങൾ അബദ്ധം പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ഒന്ന് ഉപ്പ് കൂടിപ്പോയാൽ എന്ത് ചെയ്യും? എരിവ് കൂടിയാൽ എന്ത് ചെയ്യും? അതൊക്കെ അറിയണ്ടേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് പുതിയ ഗ്രേവി ഒന്നും ഉണ്ടാക്കണ്ട. ഈ ഗ്രേവി ഇമ്പ്രൂവ് ചെയ്യണം. മനസ്സിലായി? പക്ഷേ എന്തെങ്കിലും ഐറ്റമൊക്കെ ചേർക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും അതൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി കഷ്ണം മാത്രം എടുത്ത് മാറ്റി ചെയ്തേ. ഈ ഗ്രേവി വെച്ചിരിക്കണം. പ്രപ്പോർഷൻ നമ്മൾ ഓരോരുത്തരും എടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഒരു പോർഷൻ ഏകദേശം 9 പേർക്ക് കറക്റ്റായിട്ട് ഒരു ബൗളിൽ ഒരേപോലെ ഫുള്ള് യൂസ് ചെയ്യണം. ഫുള്ള് യൂസ് ചെയ്യണം. പിന്നെ അല്ലാതെ ഒരു ബൗളിൽ കണക്കാക്കി എടുക്കുക. 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഓൺ ചിക്കൻ യെസ്. ഒരു സർപ്രൈസ് റൗണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന്. അതിൽ മാം ഞങ്ങൾക്കായിട്ടൊരു ചിക്കൻ കറി കൊണ്ടുവന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിലത്തെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ റെസിപ്പി റീകൺസ്ട്രക്റ്റ് ചെയ്യാനാണ് മാം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
റൗണ്ട് ഒരു സർപ്രൈസ് റൗണ്ട് ആയിരുന്നു. മാം ഒരു പാത്രം കൊണ്ട് വെച്ചു. അപ്പം വിചാരിച്ച് അതെന്തെങ്കിലും ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും കുക്ക് ചെയ്യാനുള്ളത്. പിന്നെ പറഞ്ഞത് ചിക്കൻ കറി ആയിരുന്നു. അത് ചിക്കൻ കറി ശരിക്കും ഡിസാസ്റ്റർ ആയിരുന്നു. ഭയങ്കര ഉപ്പും എരിയും പുളിയൊക്കെ നല്ല കൂടുതലായിരുന്നു. അതിനെ നന്നാക്കാനായിരുന്നു നമുക്ക് തന്ന ടാസ്ക്. ഇപ്പോൾ ഈ റൗണ്ടിൽ ഞങ്ങൾക്ക് ചിക്കൻ ഒരു കറി തന്നു. ആ കറി ടേസ്റ്റ് ചെയ്തു. അതിനകത്ത് ശരിക്കും മസാലയും ശരിക്കും സോൾട്ടും പെപ്പറും എല്ലാം നല്ല ഹൈ റേഷ്യോയിൽ കിടക്കുക. ഇത് നിന്നിട്ട് റീക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ചിക്കൻ കറി ആക്കാനായിട്ട് ഞങ്ങളുടെ ടാസ്ക് തന്നേക്കണേ. എൻ്റെ ഐഡിയാസ് ഉണ്ട്, ഞാനത് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കട്ടെ. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റീകൺസ്ട്രക്ഷൻ റൗണ്ടാണ്. ഈ റൗണ്ടിൽ മാം ഒരു ചിക്കൻ കറി എല്ലാവർക്കും തന്നു. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്ത് ഡിഫറൻസ്, എന്ത് ഫ്ലേവറാണ്, നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നു എന്ന് ചോദിച്ചു. സത്യത്തിൽ അതിൽ ഉപ്പ് പുളി എല്ലാം ഒത്തിരി അധികമായിരുന്നു. അത് കഴിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അപ്പോൾ ഈ റൗണ്ടിൻ്റെ ഞങ്ങൾ സർപ്രൈസ്ഡ് ആയ എന്താണെന്ന് വെച്ചാൽ മാം പറഞ്ഞു ഇത് വെച്ചിട്ട് ഈ ചിക്കൻ കറിയുടെ ഒരു പോർഷൻ ഓരോരുത്തർക്കും തന്നിട്ട് ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ഗസ്റ്റ് വന്നാൽ വിളമ്പാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് നല്ലൊരു ചിക്കൻ കറി ആക്കാം എന്നുള്ളതായിരുന്നു. എന്തായാലും ചെയ്ത് നോക്കാം. ചെയ്തു നോക്കാം. എന്താകുന്നൊക്കെ ഇനി കണ്ടറിയാം. ചിക്കൻ കറി തന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് പുളി എരിവെല്ലാം കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് അപ്പം മാം പറഞ്ഞു ആ കറീനെ ഒരു നല്ലൊരു കറിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു കറീനെ എങ്ങനെ നല്ല കറിയാക്കാം എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈന്തും പൊടിയാണ്. ഈന്തും പൊടിക്ക് പകരം നമ്മൾ അരിപ്പൊടി കിളറിയിട്ട് അതിലിട്ടിട്ട്, കാരണം അരിപ്പൊടിയിൽ ഉപ്പിടാതെ വേവിച്ച് അതിലിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പും പുളി മുളകും എല്ലാം അരിപ്പൊടി വലിച്ചെടുത്ത് തേങ്ങ കലക്കി പാർന്ന് അങ്ങനെ ഒരു സംഗതിയാണ് മനസ്സിൽ ആലോചിച്ച് ഏതായാലും ഞാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്.
മാഡം ചിക്കൻ കറി തന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അതിൽ ഒത്തിരി ഡിഫക്ട്സ് ഉപ്പും പുളിയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഡിഫക്ട്സ് എല്ലാം മാറ്റി നല്ലൊരു ചിക്കൻ കറി ആക്കാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന റൗണ്ട് സർപ്രൈസ് റൗണ്ടാണ്. അതിൽ ഒരു ചിക്കൻ കറി തന്നിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ ഭയങ്കര ഉപ്പ്, പുളി, എരിവൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും റീക്രിയേഷൻ ഒരെണ്ണം ചെയ്യണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എന്താണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാൻ ഞാൻ വളരെ ടെൻഷനിലാണ്.